മാസപ്പടി കേസിലെ വിജിലൻസ് കോടതി വിധി തന്റെ നിയമ പോരാട്ടത്തിനേറ്റ തിരിച്ചടിയാണെന്ന് മാത്യു കോഴനാടൻ MLA. കോടതിയുടെ കണ്ടെത്തലുകളോട് വിനയപൂർവ്വം വിയോജിക്കുകയാണ്. പിണറായി വിജയന്റെ കുടുംബത്തോട് വ്യക്തിവിരോധമില്ല എന്നും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും കോഴനാടൻ വ്യക്തമാക്കി. കോഴനാടനെ പിന്തുണ അറിയിച്ച കെ സുധാകരൻ രംഗത്തെത്തി. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും വ്യക്തിഹത്യ നടത്താനുള്ള ശ്രമം കോടതിയിൽ തകർന്നുവെന്ന് LDF കൺവീനർ EP ജയരാജൻ പ്രതികരിച്ചു. മാസപ്പടി കേസിലെ വിജിലൻസ് കോടതി ഉത്തരവ് കൂടി പുറത്തുവന്നതിന് പിന്നാലെയാണ് മാത്യു കുഴൽനാടൻ വിശദമായി സംസാരിച്ചത്. കേസുമായി മുന്നോട്ടേക്ക് തന്നെയാണെന്ന സൂചനയായിരുന്നു മാത്യു കുഴൽനാടൻ പങ്കുവച്ചത്. ജഡ്ജ്മെന്റ് പാസ്സാക്കിയ കോടതിയോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തി ആ ജഡ്ജ്മെന്റിലെ ഫൈൻഡിങ്സ് അല്ലെങ്കിൽ റീസണിങ് വിനയപൂർവ്വം ഞാൻ അതിനോട് വിയോജിക്കുകയാണ്. ഞാൻ മുന്നോട്ട് തന്നെ പോകും. എനിക്ക് വിയോജിപ്പുള്ള ഭാഗങ്ങൾ രേഖപ്പെടുത്തി ഞാൻ അപ്പീൽ മൂവ് ചെയ്യുന്നതായിരിക്കും. മാത്യു കോഴൽനാടന് പൂർണ്ണ പിന്തുണയാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായത്. കോടതിയുടെ വാക്ക് അവസാന വാക്കല്ലെന്നും കേസുമായി മുന്നോട്ട് പോകുമെന്നും കെ സുധാകരൻ പറഞ്ഞു. കോടതിയുടെ വാക്ക് അവസാനത്തെ വാക്കല്ലല്ലോ. നമ്മൾ എത്ര കോടതിയുടെ വാക്ക് കേൾക്കുന്നുണ്ട്, പക്ഷെ അതെല്ലാം തിരിച്ച് എത്ര കേസുണ്ട്. അദ്ദേഹം അതൊക്കെ നടത്താനുള്ള പക്വതയും പരിജ്ഞാനവും ഒക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരനാണ്. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസം മാത്യു കോഴൽനാടനോടില്ല. വിജിലൻസ് കോടതി ഈ ഹർജി തള്ളിയത് മാത്യു കോഴൽനാടനെതിരായ ആയുധമാക്കുകയാണ് CPM-ഉം LDF-ഉം. മാത്യു കോഴൽനാടനെതിരെ രൂക്ഷമായ വിമർശനമാണ് LDF കൺവീനർ EP ജയരാജൻ നടത്തിയത്. എനിക്ക് തോന്നുന്നത് മാത്യു കോഴൽനാടൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഒറ്റപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പ്രമാദിത്വം സ്ഥാപിച്ചെടുക്കാൻ അതിനുവേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന അധരവ്യായാമം ഇതെല്ലാം തകർന്നടിഞ്ഞില്ലേ? കോടതിയിൽ പോയി കേസ് നടത്തി വാദിക്കാൻ നടക്കുന്ന ഈ ശല്യക്കാരനായിട്ടുള്ള ഒരാളെ മാറിയില്ലേ? അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളോട് മാപ്പപേക്ഷിക്കേണ്ട അവസരമാണിത്. ഹർജി തള്ളിയത് മുഖ്യമന്ത്രിക്കും സർക്കാരിനും താൽക്കാലിക ആശ്വാസമാണ്. പക്ഷേ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന മാത്യു കോഴൽനാടൻ്റെ പ്രസ്താവനയെ ഗൗരവത്തോടെയാണ് സർക്കാരും ഇടതുമുന്നണിയും കാണുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ, തിരുവനന്തപുരം.